നീ വേഗം ഈ പരാതി കൊണ്ടേ കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിലേ നിന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിട്ട് ചവിട്ടി കൂട്ടിന്ന് പറഞ്ഞ് വേറൊരു പരാതി കൂടി എഴുതി കൊടുക്കേണ്ടി വരും. ഞാൻ അകത്തൊന്ന് പോയിട്ട് വരട്ടെ, കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഒരു പരാതി ഫയൽ ചെയ്യുന്നുണ്ട്. രാജീവ് മേനോന്റെ മരണം അനിയത്തിയുടെ ഭർത്താവിന്റെ കരുതിക്കൂട്ടിയുള്ള കൊല ചെയ്യലായിരുന്നു എന്ന്. പോലീസും ഫോറൻസിക്കും നാട്ടുകാരും എല്ലാരും കൂടി അവിടെ കിടന്ന് വിരകിന്ന കേട്ടത്. ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഒരു വെടിക്ക് ജീവനറ്റു വീണത് ഒരു കൂട്ടം പക്ഷികളാ, തള്ളയും പിള്ളയോടക്കം. മാധവൻ എന്തായാലും അകത്താ. ഇതോടെ അവന്റെ മാനത്ത കൊട്ടാരത്തിന് ഭൂമി പൂജ ചെയ്തിട്ട തറക്കല്ല് ചാവാലി പട്ടികളുടെ മൂത്രപ്പുരയായിട്ട് മാറും. മറ്റൊന്ന്, ഒരു കൊലപാതകയുടെ വീട്ടിലേക്ക് തിരികെ പോകണമെന്ന് എന്റെ മോള് ഹരിത ഇനി വാശി പിടിക്കില്ല. സാഗറേ, വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ വളർന്നാൽ ദിയമോളുടെ ഭാവി നശിക്കുമെന്ന് പറഞ്ഞ് അവളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് രാഖിയെ കൊണ്ട് കോടതിയിൽ ഒരു കേസ് കൊടുക്കാം. ഇത്രയൊക്കെ സാധിച്ചെടുത്ത പോരെ? കുറുപ്പ് സാറേ, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നമുക്ക് അനുകൂലമാക്കിയ നിങ്ങളുടെ ബുദ്ധി സമ്മതിച്ചു വന്നിരിക്കുന്നു. എന്നാലും ഒരു ചെറിയ സംശയം. പോലീസ് എങ്ങാനും അന്വേഷിച്ചൊടുവില് നമ്മളിലേക്കാണ് എത്തോ? എത്താതിരിക്കാനല്ലേ ആ പ്രകാശനെ കൊണ്ട് അസ്ഥികൂടം കുഴിച്ചിടിപ്പിച്ചതും അതിന്റെ വീഡിയോ നമ്മൾ എടുത്തു വച്ചതും. കുറുപ്പ് സാറേ, ഈ രാഷ്ട്രീയത്തിലെങ്ങാനും സാഗറിനൊരു സ്കോപ്പ് ഉണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് എല്ലാ നെറികേടുകളും കാണിച്ചുകൊണ്ടിരിക്കുന്ന സാഗറിനെ പോലുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ ശോഭിക്കാനാകും. വരട്ടെ, നമുക്കൊരു സീറ്റ് നോക്കാമെന്നേ. എന്നാ കാത്തിരുന്നോ. തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമല്ല, അങ്ങ് തലസ്ഥാന നഗരിയിൽ നീയും നിന്റെ കെട്ടിയോളം തിണ്ണ നിരങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ, കൂട്ടത്തില് നീ ഉണ്ടാവുമല്ലോ ആ തിണ്ണകൾ നിരങ്ങാൻ. ഓടി. ആഹാ, അച്ഛനും മരുമകനും ഉണ്ടല്ലേ. താമസം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയതാണോ, അതോ പോലീസുകാര് വന്ന് നിങ്ങളെ ആനയും അമ്പാരിയും വെൺചാമരവും വീശി കൂട്ടിക്കൊണ്ടു വന്നതാണോ? ഇത്രയും ക്രിമിനലുകളുള്ള വീട്ടിൽ എന്റെ ഏട്ടന്റെ മോള് വളരണ്ട. ഇത് ദിയമോളെ തിരികെ വാങ്ങി തരണോന്ന് പറഞ്ഞ് ഇവിടുത്തെ സർക്കിളിന് കൊടുക്കാമെന്ന പരാതിയാ. ഇല്ലെങ്കിൽ കുറച്ചു നാള് കഴിഞ്ഞ് ഒരു കൊച്ചു അസ്ഥിക്കൂടം ഇതുപോലെ കുഴിച്ചെടുക്കേണ്ടി വരും. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുക അല്ലേ? അതെ, നീ വേഗം ഈ പരാതി കൊണ്ടേ കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിലേ നിന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിട്ട് ചവിട്ടി കൂട്ടിന്ന് പറഞ്ഞ് വേറൊരു പരാതി കൂടി എഴുതി കൊടുക്കേണ്ടി വരും. ഞാൻ അകത്തൊന്ന് പോയിട്ട് വരട്ടെ, കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഒരു പരാതി ഫയൽ ചെയ്യുന്നുണ്ട്. രാജീവ് മേനോന്റെ മരണം അനിയത്തിയുടെ ഭർത്താവിന്റെ കരുതിക്കൂട്ടിയുള്ള കൊല ചെയ്യലായിരുന്നു എന്ന്.
അതെ അതെ, ഫോറൻസിക്കിൽ നിന്ന് വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാണാതായി എന്ന് പറയപ്പെടുന്ന സോമന്റെ അസ്ഥികൂടം തന്നെയാണിത്. അതെ, ഒരുപാട് പ്രഷറുണ്ട്. ഇല്ല, ചോദ്യം ചെയ്യാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അറിയിക്കാം സാർ, അറിയിക്കാം. ഓക്കെ സാർ. ഇരിക്കും. ആ, ദിയമോളുടെ ഏക അവകാശി ഞാനാണ് സർ. കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ച നടക്കുന്ന സമയമാണിത്. ഇവരെ പോലുള്ള ക്രിമിനലുകളുടെ ഇടയിൽ വളർന്നാൽ അതിന്റെ കുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതാക്കും. കുട്ടി എന്റെ കൂടെ വിടണം. നിയമപരമായി കുട്ടിയുടെ സംരക്ഷണാവകാശം വന്ദന നേടിയെടുത്തതാണ്. കോടതി എന്തു പറയുന്നോ ആ കാര്യത്തിന് സംരക്ഷണം കൊടുക്കേണ്ടതാണ് ഞങ്ങളുടെ ജോലി. അതുകൊണ്ട് ഈ പരാതിക്ക് യാതൊരു പ്രസക്തിയുമില്ല. സർ, എനിക്കെന്റെ കുട്ടിയെ വേണം. നോക്ക് രാഖി, ഞാനിവിടെ ആകെ തലപെരുത്തിയിരിക്കുക. നിങ്ങൾക്ക് കുട്ടിയെ വേണമെങ്കിൽ കോടതി വഴി അത് സാധ്യമാകും. അതെന്ത് നെറികേടാണ് സർ. ആളുകളെ കൊന്നു കുഴിച്ചിടുന്ന ആ ക്രിമിനലുകളുടെ ഇടയിൽ എന്റെ കുഞ്ഞിന് എന്ത് സുരക്ഷിതത്വം ഉള്ളത്? ആ കുഞ്ഞിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ തൽക്കാലം പുറത്തേക്ക് നിൽക്ക്. ഇത് നീതികേടാ. ഇതിനെന്ത് വേണമെന്ന് എനിക്കറിയാം. ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ പോവാ. എങ്കിൽ നിങ്ങൾ ആദ്യം അത് ചെയ്യേ. ചെല്ല്. ഹലോ. ആ സാർ. പ്രകാശേട്ടൻ എന്ത് ആലോചിച്ച് നടക്കുന്നത്? ഒരു കൊട്ടാരം വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചെടുക്ക. എന്താ നിനക്ക് വേണോ? വീട് കെട്ടാരുന്ന സ്ഥലത്തെ അസ്ഥികൂടം കിടന്ന കാര്യം നീ അറിഞ്ഞില്ലേ? അതിന് പ്രകാശേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? പ്രകാശേട്ടന്റെ ഈ പേടിയും വെപ്രാളൊക്കെ കണ്ട പ്രകാശേട്ടനാണ് അസ്ഥികൂടം അവിടെ കൊണ്ടിട്ടേന്ന് തോന്നുമല്ലോ.